പ്രീതികർ സുഹൃത്തുക്കളെ, എൻട്രിയിലേക്ക് സ്വാഗതം. നമ്മളിന്നേ ദിവസം ഇന്ത്യ ചരിത്രത്തിൻ്റെ ആദ്യ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആരംഭം. നമുക്കറിയാം, കുറേ യൂറോപ്യൻ ശക്തികൾ കേരളത്തിലേക്ക് കടൽ മാർഗം കച്ചവടത്തിന് വന്നു. ആദ്യം വന്നത് പോർച്ചുഗീസുകാരായിരുന്നു. തുടർന്ന് ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും എത്തിച്ചേർന്നു. ഇവരുടെയൊക്കെ പൊതുവായ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ആരംഭിക്കാം. കടൽ മാർഗം കേരളത്തിൽ കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണല്ലോ. ഈ പോർച്ചുഗീസുകാര് റോമൻ കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസികളായിരുന്നു. തുടർന്ന് വരുന്ന ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിശ്വാസികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 4 യൂറോപ്യൻ ശക്തിയെ നമ്മൾ 2 വിഭാഗങ്ങളായി കണക്കാക്കും. ആദ്യ കാലഘട്ടത്ത് ഇവരെത്തിച്ചേർന്നപ്പോൾ തന്നെ പോർച്ചുഗീസുകാർ ആധിപത്യം സ്ഥാപിച്ച, അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ കച്ചവടം സ്ഥാപിച്ച സ്ഥലങ്ങളും തുടർന്ന് വരുന്ന ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ ഈ 3 പേരും ആക്രമിച്ചിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ വന്ന പോർച്ചുഗീസുകാര് എവിടെയൊക്കെ കച്ചവട സ്ഥാപനങ്ങൾ ആരംഭിച്ചോ അവിടെയൊക്കെ ആക്രമിച്ച് പോർച്ചുഗീസുകാരിൽ നിന്ന് പല പ്രദേശങ്ങളും കൈയടക്കുകയാണ് ഡച്ചുകാർ ചെയ്തത്. ശരിയല്ലേ? ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യ കച്ചവട കേന്ദ്രമെന്ന് പറയുന്നത് മസൂലിപട്ടണമായിരുന്നു. ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ മസൂലിപട്ടണം. അതേ തുടർന്ന് വരുന്ന ബ്രിട്ടീഷുകാര് ആദ്യ കച്ചവട കേന്ദ്രം ഗുജറാത്തിന്റെ ഭാഗമായി സൂററ്റിൽ ആരംഭിച്ചെങ്കിലും മെച്ചപ്പെട്ട ലാഭമൊന്നും ഉണ്ടായില്ല. തുടർന്ന് ഡച്ചുകാരുടെ സഹായത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ മസൂലിപട്ടണത്ത് തെക്കേ ഇന്ത്യയിലെ ആദ്യ കച്ചവട കേന്ദ്രം ആരംഭിക്കുക. തുടർന്ന് മറ്റൊരു കച്ചവട കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡച്ചുകാര് പടിഞ്ഞാറേ ഇന്ത്യയിലെ കച്ചവട കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിലാണ്. ഇനി ഫ്രഞ്ചുകാരുടെ കച്ചവട കേന്ദ്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് പറയാനായിട്ട് കഴിയും, ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യകാല കച്ചവട കേന്ദ്രങ്ങൾ ഗുജറാത്തിലെ സൂററ്റും ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമായ മസൂലിപട്ടണവുമെന്ന്. എന്താ അതിന് കാരണം? ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിശ്വാസികളായതുകൊണ്ട് തന്നെ അവർ ഒരു ഐക്യത്തോടു കൂടി നിലനിന്നു. എതിർഭാഗത്ത് ആര് മാത്രം? പോർച്ചുഗീസുകാർ മാത്രം. എന്നാൽ കോളനിവൽക്കരണം കുറച്ചുകൂടി ശക്തി പ്രാപിച്ചപ്പോൾ ഈ 3 പേരും പരസ്പരം, അതായത് ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പരസ്പരം ഏറ്റുമുട്ടാൻ ആരംഭിച്ചു. എന്തിനു വേണ്ടിയിട്ട്? കോളനിവൽക്കരണ മത്സരത്തിൻ്റെ ഭാഗമായി. എന്നാൽ അന്തർദേശീയ തലത്തിൽ ബ്രിട്ടനും ഫ്രാൻസും ഡച്ചുകാരെയൊക്കെ ഒരേ ശക്തിയായിട്ട്, സഖ്യശക്തിയായിട്ട് തന്നെയാണ് നിലനിന്നത്. നമുക്കിത് 1-ാം ലോക മഹായുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധത്തിലും ഒക്കെ കാണാനായിട്ട് കഴിയും. പ്രാദേശികമായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ശത്രുതയിലാണെങ്കിലും അന്തർദേശീയ തലത്തിൽ അവരെന്താണ്? സുഹൃത്തുക്കളാണ് എന്ന കാര്യവും മനസ്സിലുണ്ടാവണം. ഓക്കെ, നമുക്ക് ബ്രിട്ടീഷുകാരിലേക്ക് നമുക്ക് പോകാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് ആദ്യമായി വരാനുണ്ടായ സാഹചര്യം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വരികയും തുടർന്ന് ഡച്ചുകാർ ഇന്ത്യയിൽ വരികയും ചെയ്തു എന്നതിനേക്കാൾ ഉപരിയായി ആദ്യമായി കേരളത്തിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസുകാർ കേരളത്തിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുകയും യൂറോപ്പിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു. വാസ്കോഡ് ഗാമയുടെ നേതൃത്വത്തിൽ ആദ്യമായി വന്ന പോർച്ചുഗീസുകാർക്ക് ഉണ്ടായ ലാഭം ഏകദേശം 60 ഇരട്ടിയായിരുന്നു. ഏകദേശം ആണ് 60 ഇരട്ടി എന്ന് പറയുന്നത്. അതായത് അവരുടെ കപ്പൽ വാടക, കപ്പലിൻ്റെ ചിലവ്, ജോലിക്കാരുടെ ചിലവ്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ ചിലവിനെ എത്രയോ ഇരട്ടി ലാഭമാണ് അവർ നേടിയത്. ഇത് ബ്രിട്ടീഷുകാർ അറിയുകയും എങ്കിൽ തങ്ങൾക്കും അവിടെ പോയിക്കൂടെ എന്നൊരു ചിന്തയുണ്ടായി. ഇനി പോകുമ്പോൾ ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഒരു കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയാണെന്ന് കരുതുക. ഞാൻ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തേക്കാണ്. തേക്ക് മരം കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചു, നല്ല തേക്ക് മരം കേരളത്തിൽ ഇവിടെ കിട്ടും? അവർ പറഞ്ഞുതരികയാണ്, ഇടുക്കി ജില്ലയിലേക്ക് പോയാൽ നല്ല തേക്ക് കിട്ടും എന്ന് പറയുക. അപ്പോൾ അവരുടെ വാക്കും വിശ്വസിച്ച് ഞാൻ വലിയ വാഹനങ്ങളൊക്കെ പിടിച്ച്, അതായത് ഈ
തേക്ക് കൊണ്ടുവരാൻ വലിയ ലോറിയൊക്കെ വേണമല്ലോ. ലോറിയൊക്കെ പിടിച്ച് ഞാൻ ഇടുക്കി ജില്ലയിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. എനിക്ക് തേക്ക് കിട്ടുമോ? ഇല്ല. ഇടുക്കി ജില്ലയിൽ പോയാൽ കുറച്ച് ചന്ദനമരങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ കൂടുതൽ ചന്ദനമരങ്ങളും ഒരു വ്യക്തിക്ക് വിൽക്കില്ലല്ലോ. അപ്പോൾ അത് വലിയ നഷ്ടത്തിലാവും. ഇനി മറ്റൊരു സുഹൃത്ത് പറഞ്ഞു, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലേക്ക് പൊയ്ക്കഴിഞ്ഞാൽ നല്ല തേക്ക് കിട്ടും. ഞാൻ അതും വിശ്വസിച്ച് വാഹനം പിടിച്ച് പൊയ്ക്കഴിഞ്ഞാലും കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ഈ ലേലമൊക്കെ എന്ത് ചെയ്യണം? തടി ലേലത്തിൽ പിടിക്കണം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതിയോടുകൂടി. അത് കഴിഞ്ഞിട്ടാണ് ഞാനതൊക്കെ കൊണ്ടുപോകേണ്ടത്. ശരിയല്ലേ? അപ്പോൾ അനുമതി വാങ്ങണം, പ്രോഡക്റ്റ് അവിടെ ഉണ്ടോ എന്നറിയണം. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇന്ത്യയിലേക്ക് പോയാൽ മതി എന്നാര് തീരുമാനിച്ചു? ആ സമയത്തെ ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന എലിസബത്ത് രാജ്ഞി തീരുമാനിച്ചു. അപ്പോൾ പോർച്ചുഗീസുകാരുടെ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷേ നമ്മളിൽ നിന്ന് ആരെങ്കിലും പോയി ആ സത്യാവസ്ഥ ഉറപ്പുവരുത്തണം. അവിടെ അസംസ്കൃത വസ്തുക്കൾ കിട്ടുമോ? 2, അവിടുത്തെ ഭരണാധികാരികൾ അനുകൂലിക്കുമോ? എങ്കിലല്ലേ മെച്ചപ്പെട്ട ലാഭത്തിൽ പ്രോഡക്റ്റ് സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ, അസംസ്കൃത വസ്തുക്കൾ സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എലിസബത്ത് രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ കാര്യസ്ഥിതി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആര് വരിക? മാസ്റ്റർ റാൽഫിച്ച് വരിക. അങ്ങനെ മാസ്റ്റർ റാൽഫിച്ച് എലിസബത്ത് രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ എത്തിച്ചേർന്നു. അദ്ദേഹം ആരായിരുന്നു? ഒരു പര്യവേക്ഷകനും കൂടാതെ കച്ചവടക്കാരനുമായിരുന്നു. ആ സമയത്ത് മാസ്റ്റർ റാൽഫിച്ച് വരുന്നത് AD 1583. 1583 അദ്ദേഹം വരുമ്പോൾ എന്തൊക്കെ പരിശോധിക്കണം? ഒന്ന്, പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കച്ചവടം ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കണം. അവർ പറയുന്നത് പോലെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണോ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നത് എന്ന് പരിശോധിക്കണം. ഇന്ത്യയിലെ ഏതെങ്കിലും ഭരണാധികാരികൾ തങ്ങളെ സപ്പോർട്ട് ചെയ്യുമോ എന്ന് പരിശോധിക്കണം. അപ്പോൾ ആദ്യം മാസ്റ്റർ റാൽഫിച്ച് എവിടെയായിരിക്കും വരിക? പോർച്ചുഗീസുകാർ ഭരണം നടത്തുന്ന പ്രദേശത്തെ ആയിരിക്കും വരിക, സ്ഥിതിവിവരം പരിശോധിക്കാനേ. അങ്ങനെ മാസ്റ്റർ റാൽഫിച്ച് എത്തിച്ചേർന്നത് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ തലസ്ഥാനമായ ഗോവയിലാണ്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ റാൽഫിച്ച് എത്തിച്ചേർന്നത് എന്നാണ്? 1583 എവിടെ എത്തിച്ചേർന്നു? ഗോവയിൽ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി പോർച്ചുഗീസുകാർ നല്ല രീതിയിൽ കച്ചവടം നടത്തുന്നുണ്ട്. തെക്കേ ഇന്ത്യയിൽ നിന്നാണ് അവർ പ്രധാനമായിട്ടും കച്ചവട സാധനങ്ങൾ ശേഖരിക്കുന്നത്. വടക്കേ ഇന്ത്യയിലൊന്നും പോയിട്ടുമില്ല, കിഴക്കേ ഇന്ത്യയിൽ പോയിട്ടുമില്ല. അപ്പോൾ മാസ്റ്റർ റാൽഫിച്ച് വിചാരിച്ചു, നമുക്ക് തൽക്കാലം ആദ്യ മത്സരത്തിലേക്ക് കിടക്കണ്ട, ഇവർ പോകാത്ത സ്ഥലത്ത് പോയി നമുക്ക് എന്ത് ചെയ്യാം? ഭരണാധികാരിയുമായി സംസാരിക്കാം. അപ്പോൾ ആ പ്രദേശത്തുള്ള കൂടുതൽ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാമല്ലോ, ശരിയല്ലേ? അങ്ങനെ ഇദ്ദേഹം നേരെ എന്ത് ചെയ്യുന്നു? വടക്കേ ഇന്ത്യയിലേക്ക് പോവാണ്. ഗോവയിൽ നിന്ന് വടക്ക് ഭാഗത്തേക്ക് പോവാണ്. അങ്ങനെ 1584 അക്ബറിൻ്റെ സദസ്സിലെത്തി. അക്ബർക്ക് ഇംഗ്ലീഷ് അറിയില്ല. മാസ്റ്റർ റാൽഫിച്ചിന് അക്ബർ സംസാരിക്കുന്ന പേർഷ്യൻ അറിയില്ല. എങ്കിലും ഇവർ അവിടുത്തെ സദസ്സിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ടാവാം. നമ്മൾ ചിലപ്പോൾ സിനിമയോ അല്ലെങ്കിൽ സ്കൂളിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നാടകങ്ങളോ കാണുമ്പോൾ പറയുന്നത് പോലെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവാം, ഹലോ മിസ്റ്റർ അക്ബർ, ഞങ്ങൾക്ക് നിങ്ങളുമായി കച്ചവടം നടത്തുവാൻ താല്പര്യമുണ്ട്, അല്ലേ? നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക, അപ്പോൾ കാര്യം പെട്ടെന്ന് മനസ്സിലാവും. അക്ബറോട് ചോദിച്ചു, ഞങ്ങൾക്ക് കച്ചവടം നടത്താൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അക്ബർ എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്വാഭാവികമായിട്ട് മെച്ചപ്പെട്ട ലാഭം കിട്ടുകയാണെങ്കിൽ കച്ചവടത്തിന് സമ്മതിച്ചിട്ടുണ്ടാവാം. കാരണം രാജാക്കന്മാരൊക്കെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന നികുതിയും കച്ചവടത്തിൻ്റെ ലാഭം കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഭരണം നടത്തുക, ശരിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് അക്ബർ സമ്മതിച്ചു, നമുക്ക് കച്ചവടം നടത്താം. ഒരു കാര്യം ചെയ്യൂ, എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഉൽപ്പന്നം വേണമെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മാസ്റ്റർ റാൽഫിച്ച് വടക്കേ ഇന്ത്യയിലും കിഴക്കേ ഇന്ത്യയിലും സഞ്ചരിച്ചു. എന്നാൽ തെക്കേ ഇന്ത്യയിലേക്ക് വന്നോ? ഇല്ല. തെക്കേ ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാരുടെ കച്ചവട ആധിപത്യമുള്ള ഭൂപ്രദേശമായതുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് വന്നില്ല. കാരണം ആദ്യ സഞ്ചാരത്തിൽ തന്നെ കച്ചവടം വേണ്ടല്ലോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട്. പ്രധാനമായിട്ടും ഡെക്കാൻ ഭൂപ്രദേശത്തും കിഴക്കേ ഇന്ത്യയിലും മാസ്റ്റർ റാൽഫിച്ച് സഞ്ചരിക്കുകയും എവിടെയൊക്കെ എന്തൊക്കെ ഉൽപ്പന്നങ്ങളുണ്ട് എന്ന് പരിശോധിച്ചറിയുകയും ചെയ്തു. തുടർന്ന് 1585 തിരികെ ബ്രിട്ടനിലേക്ക് പോയി. ഓക്കെ, ഇദ്ദേഹം സഞ്ചരിച്ച കപ്പലിൻ്റെ പേരായിരുന്നു ദി ടൈഗർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ? മാസ്റ്റർ റാൽഫിച്ച് അദ്ദേഹം ഒരു പര്യവേക്ഷകനും വ്യാപാരിയുമാണ്. അദ്ദേഹം സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് ദ ടൈഗർ എന്നായിരുന്നു.
മാസ്റ്റർ അൽഫിഷിൻ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? എലിസബത്ത് ഒന്നാണ്. മാസ്റ്റർ അൽഫിഷ് ആദ്യമായി എത്തിച്ചേർന്നത് 1583 എവിടെ? ഗോവയിലുമാണ്. ക്ലിയർ? ദെൻ 1584 അക്ബറിന്റെ സദസ്സിൽ എത്തിച്ചേർന്നു. ഏകദേശം ഒരു വർഷക്കാലം അക്ബറിന്റെ സദസ്സിൽ താമസിച്ചുകൊണ്ട് ഡെക്കാൻ ഭൂപ്രദേശവും വടക്കേ ഇന്ത്യയും കിഴക്കേ ഇന്ത്യയും അദ്ദേഹം സഞ്ചരിച്ച് എന്തൊക്കെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാമെന്ന് കൃത്യമായി അനലൈസ് ചെയ്തു. അത് കഴിഞ്ഞ് 1585 അദ്ദേഹം ഇവിടെ പോയി? തിരികെ ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ്. അക്ബറിന്റെ ഭരണതലസ്ഥാനം അറിയപ്പെടുന്ന പേരാണെന്താ? ഫത്തേപൂർ സിക്രി. ഞാനതിവിടെ പ്രത്യേകിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഫത്തേപൂർ സിക്രി. അത് മനസ്സിലുണ്ടാവട്ടെ. അപ്പോൾ മാസ്റ്റർ അൽഫിഷ് വന്ന കപ്പലിന്റെ പേരെന്താ? ദ ടൈഗർ. ഇന്ത്യയിലേക്ക് അയച്ചത് എലിസബത്ത് ഒന്നായിരുന്നു. എവിടെയാണ് അദ്ദേഹം ആദ്യം എത്തിച്ചേർന്നത്? 1583 ഗോവ. തുടർന്ന് 1584 അക്ബറിന്റെ സദസ്സിൽ വന്നു. അക്ബറിന്റെ സദസ്സ് ഭരണതലസ്ഥാനം അറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രി എന്നാണ്. അങ്ങനെ ഇദ്ദേഹം കളക്ട് ചെയ്ത ഡേറ്റയൊക്കെ കൊണ്ട് ആർക്ക് കൊടുത്തു? എലിസബത്തിന് കൊടുത്തു. അപ്പോൾ എലിസബത്ത് രാജ്ഞി ഒരു ബുദ്ധിയുള്ള സ്ത്രീ എന്നാണ് നമ്മൾ കണക്കാക്കുക ചരിത്രപരമായിട്ട്. എലിസബത്ത് പെട്ടെന്ന് ഒരു കാര്യത്തിന്മേൽ തീരുമാനമെടുക്കില്ല. ആലോചിച്ച് കൃത്യമായി വിശകലനം ചെയ്ത് മാത്രമേ തീരുമാനത്തിലെത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് എലിസബത്ത് ഒന്നിന്റെ കാലഘട്ടമാണ്. അത് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ ഇംഗ്ലണ്ടിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ആരുടെ കാലഘട്ടമാണ്? എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടമാണ്. കാരണം വസ്തുനിഷ്ഠമായ ഭരണമായിരുന്നു, തെറ്റുകൾക്ക് ഇട നൽകാത്ത ഭരണമായിരുന്നു, അധിക ചിലവുകളൊന്നും വരുത്താത്ത ഭരണമായിരുന്നു. ഇംഗ്ലണ്ടിനെ സാമ്പത്തികമായി ഏറ്റവും മികച്ച നിലയിൽ എത്തിച്ചത് ആരുടെ കാലഘട്ടമായിരുന്നു? എലിസബത്ത് ഒന്നിന്റെ കാലഘട്ടം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുക. ഇനി മാസ്റ്റർ അൽഫിഷിന്റെ നിർദ്ദേശം എലിസബത്ത് രാജ്ഞിക്ക് കുറേയധികം ഉപദേശക സമിതികൾ ഉണ്ടായിരുന്നു. എലിസബത്ത് രാജ്ഞിയെ കച്ചവടത്തിൽ ഉപദേശിക്കുന്ന സമിതിയായ മർച്ചന്റ് അഡ്വഞ്ചേഴ്സ് എന്ന സമിതിക്ക് മുൻപാകെ എലിസബത്ത് വെച്ചു. അപ്പോൾ മർച്ചന്റ് അഡ്വഞ്ചേഴ്സ് ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശകലനം ചെയ്തു. മാസ്റ്റർ അൽഫിഷ് പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ കച്ചവടത്തിന് പോയാൽ ശരിയാകുമോ, മെച്ചപ്പെട്ട ലാഭം ഉണ്ടാവുമോ എന്നൊക്കെ പരിശോധിച്ചിട്ട് ഈ മർച്ചന്റ് അഡ്വഞ്ചേഴ്സ് എലിസബത്തിന് രാജ്ഞിയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു 15 വർഷത്തെ കച്ചവട അനുമതി നൽകിക്കൊണ്ട് ഒരു പ്രത്യേക കച്ചവട സ്ഥാപനം രൂപീകരിക്കാം. യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്താണ് ഏഷ്യ വൻകരയിലെ ഇന്ത്യൻ ഭൂഖണ്ഡം എന്ന് പറയുക, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുക. ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഇവരുടെ ലക്ഷ്യം ഒന്നുകൂടെ ഉണ്ടായിരുന്നു. മാസ്റ്റർ അൽഫിഷ് ഇന്ത്യയിലാണ് വന്നതെങ്കിലും ഇതിനു മുൻപ് തന്നെ ചൈനയുമായും യൂറോപ്പുമായും കച്ചവട ബന്ധമുണ്ടായിരുന്നു. 1453 തുർക്കി, ഏഷ്യ, യൂറോപ്പ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പാത അടച്ചതാണ് ചൈനയുമായുള്ള വ്യാപാരമെന്ന് അവസാനിക്കാനുള്ള കാരണം. ഇതുകൂടാതെ അഫ്ഗാൻ ഭൂപ്രദേശത്ത് ഇവർ കച്ചവടമുണ്ടായിരുന്നു, പുകയില കച്ചവടം. ആ പുകയില കച്ചവടത്തിനും ബ്രിട്ടീഷുകാർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ എല്ലാ രാജ്യങ്ങളുമായി കച്ചവടം നടത്തുക എന്നതാണ് ലക്ഷ്യം. ഇന്ത്യൻ ഉപഭൂഖണ്ഡമാകട്ടെ യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്താണ്. യൂറോപ്പ് എന്ന വൻകരയുടെ കിഴക്ക് ഭാഗത്താണെന്ത്? ഏഷ്യ വൻകരയിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം. അതുകൊണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കച്ചവടം നടത്തുവാൻ എന്ന് സൂചിപ്പിക്കും വിധം ഒരു സ്ഥാപനം രൂപീകരിച്ചു, പ്രത്യേക സ്ഥാപനം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും മനസ്സിലാക്കണം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയാണ്. അതുവഴി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മലമ്പാതകൾ അഥവാ ചുരങ്ങളിലൂടെ ചൈനയുമായും അഫ്ഗാനുമായും കച്ചവട ബന്ധം കൂടെ ഈ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്ത് ചെയ്യുന്നു? അനുമതി നൽകുന്നുണ്ട്. ഓക്കെ, നമുക്കതിലേക്ക് പോവാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് ജോൺ കമ്പനി എന്നായിരുന്നു. വിളിപ്പേര് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എലിസബത്ത് ഒന്നിന്റെ നിർദ്ദേശപ്രകാരമാണ് രൂപീകരിക്കപ്പെടുന്നത്. 1600 ഡിസംബർ 31 രൂപീകരിച്ചു. എവിടെ? ലണ്ടനിൽ. 1600 ഡിസംബർ 31 രൂപീകരിച്ചു. ഇവിടെ ലണ്ടനിലാണ് ആസ്ഥാനമെന്ന് പറയുക. രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയത് അല്ലെങ്കിൽ രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ഞാൻ പറഞ്ഞിരുന്നു, എലിസബത്ത് രാജ്ഞിയുടെ
കച്ചവട ഉപദേശക സമിതിയായ മെർച്ചന്റ് അഡ്വഞ്ചേഴ്സ് ആയിരുന്നു. മെർച്ചന്റ് അഡ്വഞ്ചേഴ്സ് എത്ര വർഷത്തേക്കുള്ള അധികാരമാണ് നൽകുന്നത്? 15 വർഷം കച്ചവടം ചെയ്യുവാൻ. അപ്പോൾ രാജകീയ ഉത്തരവ് എത്ര വർഷത്തേക്കാ? 15 വർഷത്തേക്ക്. രാജകീയ അധികാര പത്രം 15 വർഷത്തേക്ക് നൽകി. ഈ രാജകീയ അധികാര പത്രത്തെ നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് എന്തെന്ന് പറയാടാ? റോയൽ ചാർട്ടർ എന്ന് പറയാം. അപ്പോൾ എലിസബത്ത് I ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആദ്യം എത്ര വർഷത്തേക്കുള്ള റോയൽ ചാർട്ടറാണ് നൽകിയത്, അല്ലെങ്കിൽ രാജകീയ അധികാര പത്രമാണ് നൽകിയത് എന്ന് ചോദിച്ചാൽ എത്ര വർഷത്തേക്ക്? 15 വർഷത്തേക്ക്. മനസ്സിലാകുന്നുണ്ടോ? 15 വർഷത്തേക്ക്, മറക്കരുതേ. തുടർന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ 1601 ഇന്ത്യയിലെത്തുന്നു. 1600 ഡിസംബർ 31 രൂപീകരിക്കുന്നത്. അപ്പോൾ അവരുടെ നേരത്തിൽ ആദ്യ കപ്പൽ എപ്പോഴും വരും? 1601 വരത്തുള്ളൂ. 1601 വന്നിട്ട് 1603 തിരികെ പോയി. അതാണ് വസ്തുത. 1601 എത്തിച്ചേർന്നു. ആ 1601 എത്തിച്ചേർന്ന കപ്പലിന്റെ പേരാണ് ദി ഹെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ മാസ്റ്റർ റാൽഫിച്ച് എന്ന കപ്പലിന്റെ പേരെന്താ? ടൈഗർ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടേതായി ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ചേരുന്ന കപ്പൽ ഏതാണ്? ഹെക്ടർ ആണ്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച് എന്തിനു വേണ്ടിയിട്ടാ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കച്ചവടം നടത്താൻ. അവിടെ അഫ്ഗാനുമായും ചൈനയുമായും കച്ചവട ബന്ധം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഫ്ഗാനുമായും ചൈനയുമായും കച്ചവട ബന്ധം ഇതിനു മുൻപ് തന്നെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. കോൺസ്റ്റാന്റിനോപ്പിൾ കാരണം പലപ്പോഴും ഇന്ത്യയിലെ കച്ചവട സാധനങ്ങൾ അവിടെ എത്തിക്കാനും കഴിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഒരു ബ്രിട്ടീഷുകാരൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിൽ കരമാർഗം എത്തിച്ചേരുകയും കരമാർഗം കച്ചവട സാധനങ്ങൾ യൂറോപ്പിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു ചെറുകിട കച്ചവടക്കാരനായിരുന്നു. വൻകിട കച്ചവടക്കാരനല്ല, ഒരു ചെറുകിട കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ജോൺ മിൽഡൺ ഹാൾ. ജോൺ മിൽഡൺ ഹാൾ ഇന്ത്യയിൽ വ്യാപാരം നടത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ മിൽഡൺ ഹാളാണ്. ഇന്ത്യയിൽ വ്യാപാരം നടത്തിയ ആദ്യ ബ്രിട്ടീഷുകാരൻ. എന്നാൽ ഇന്ത്യയിൽ വ്യാപാരം നടത്തിയ ആദ്യ ബ്രിട്ടീഷ് കമ്പനി എന്ന് ചോദിച്ചാൽ നമുക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ജോൺ കമ്പനി എന്ന് പറയാം. എന്നാൽ ഇന്ത്യയിൽ വ്യാപാരം നടത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ, ബ്രിട്ടീഷുകാരൻ എന്ന് ചോദിച്ചാൽ ജോൺ മിൽഡൺ ഹാളാണ്. ജോൺ മിൽഡൺ ഹാൾ കരമാർഗമാണ് എത്തിച്ചേരുന്നത്. 1603 അദ്ദേഹം അക്ബറിന്റെ സദസ്സിൽ എത്തിച്ചേർന്നു. 1603 അക്ബറിന്റെ സദസ്സിൽ എത്തിച്ചേർന്ന് കച്ചവട അനുമതി മേടിക്കുകയും 1614 വരെ കച്ചവടം നടത്തുകയും ചെയ്തു. ചെറുകിട കച്ചവടക്കാരനാണ്. 1614 വരെ കച്ചവടം നടത്തുകയും ചെയ്തു. 1614 ഇന്ത്യയിൽ വെച്ച് തന്നെ അദ്ദേഹം മരിച്ചു. ഒടുവിൽ ആഗ്രയിൽ അദ്ദേഹത്തെ സംസ്കരിക്കുകയും ചെയ്തു. ആദ്യമായിട്ടാണ് ഒരു ബ്രിട്ടീഷുകാരനെ ഇന്ത്യയിൽ സംസ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് റീസെൻ്റ് ആയിട്ട്. ഇന്ത്യയിൽ മൃതദേഹം സംസ്കരിച്ച ആദ്യ ബ്രിട്ടീഷുകാരൻ ആരായിരുന്നു? ജോൺ മിൽഡൺ ഹാൾ. ജോൺ മിൽഡൺ ഹാൾ. ഇന്ത്യയിൽ മൃതദേഹം സംസ്കരിച്ച ആദ്യ പോർച്ചുഗീസുകാരൻ ആരാണ്? നമ്മൾ പറയും വാസ്കോ ഡ ഗാമ. 15 വർഷത്തിന് ശേഷം ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. എങ്കിലും ഓക്കെ, മറക്കില്ലല്ലോ. അപ്പോൾ ഇന്ത്യയിൽ മൃതദേഹം സംസ്കരിച്ച ആദ്യ ബ്രിട്ടീഷുകാരൻ ആരായിരുന്നു? ജോൺ മിൽഡൺ ഹാൾ ആയിരുന്നു. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഇന്ത്യയിൽ വ്യാപാരം നടത്തിയ ആദ്യ ബ്രിട്ടീഷുകാരൻ വ്യക്തി. ഇന്ത്യയിൽ വ്യാപാരം നടത്തിയ ആദ്യ ബ്രിട്ടീഷ് കമ്പനി എന്നാണ് ചോദ്യമെങ്കിൽ നമുക്ക് ജോൺ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയാം. ക്ലിയർ ആണേ? യെസ്. അപ്പോൾ നമ്മൾ 3 സ്ലൈഡിലുള്ള കാര്യങ്ങൾ പഠിച്ചു. അതുകൂടെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ചിട്ട് നമുക്ക് തുടർന്ന് പഠിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ആരെക്കുറിച്ച്? മാസ്റ്റർ റാൽഫിച്ചിനെ കുറിച്ച്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പരിവേഷകനും വ്യാപാരിയുമായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന കപ്പലിന്റെ പേര് ദി ടൈഗർ. മാസ്റ്റർ റാൽഫിച്ചിനെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? എലിസബത്ത് I ആയിരുന്നു. അദ്ദേഹം ആദ്യം എത്തിച്ചേർന്നത് 1583 ഗോവയിൽ. അക്ബറിന്റെ സദസ്സിൽ എത്തിച്ചേർന്നത് 1584. അക്ബറിന്റെ ഭരണ തലസ്ഥാനം അറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രി എന്ന. അപ്പോൾ ഫത്തേപൂർ സിക്രിയിൽ എത്തിച്ചേർന്നത് 1584. ഏകദേശം 1 വർഷക്കാലം അവിടെ താമസിച്ചുകൊണ്ട് കിഴക്കേ ഇന്ത്യയും പടിഞ്ഞാറൻ ഇന്ത്യയും ഡെക്കാൻ ഉൾപ്പെടെയുള്ള വടക്കൻ ഇന്ത്യയും ഇദ്ദേഹം സന്ദർശിച്ച് എന്തൊക്കെ കച്ചവട സാധ്യതകളുണ്ടെന്ന് പരിശോധിക്കുകയും 1585 തിരികെ പോവുകയും ചെയ്തു.
ഇദ്ദേഹത്തിന്റെ നിർദ്ദേശം എലിസബത്ത് അംഗീകരിച്ചെങ്കിലും പെട്ടെന്ന് തീരുമാനമെടുത്തില്ല. മറിച്ച് എന്ത് ചെയ്തു? മർച്ചന്റ് അഡ്വഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഉപദേശം നൽകാൻ വിട്ടു. മർച്ചന്റ് അഡ്വഞ്ചേഴ്സിന്റെ നിർദ്ദേശപ്രകാരം 1600 ഡിസംബർ 31 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച് അവരെന്ത് ചെയ്തു? കച്ചവടത്തിന് വേണ്ടി ദ ഹെക്ടർ എന്ന കപ്പൽ ഇന്ത്യയിലേക്ക് എത്തി. തുടർന്ന് അവർ മെച്ചപ്പെട്ട കച്ചവടം നടത്തുകയും ചെയ്തു. ഇതിനൊക്കെ കാരണക്കാരനാരാ? മാസ്റ്റർ റാൽഫിച്ച് ആണ്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നു? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ. അപ്പോൾ മാസ്റ്റർ റാൽഫിച്ച് വന്നിട്ട് പോയ ഉടനെ നമ്മൾ അദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചില്ല? മാർഗദർശി എന്ന് വിളിച്ചില്ല. പിന്നെ എപ്പോഴാണ് വിളിക്കണേ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ച് അവർ മെച്ചപ്പെട്ട ലാഭം കൊയ്തതിന് ശേഷമാണ് ചരിത്രകാരന്മാർ അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുക? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് വിളിക്കുക. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കാരണക്കാരനായത്, എവിടെയൊക്കെ എന്തൊക്കെ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടെന്ന് ബ്രിട്ടീഷുകാർക്ക് എലിസബത്ത് രാജ്ഞിക്ക് പറഞ്ഞു കൊടുത്തത് ആരായിരുന്നു? മാസ്റ്റർ റാൽഫിച്ച് ആയിരുന്നു. ഓക്കെ. ജോൺ മിൽഡൺ ഹാൾ ഇന്ത്യയിൽ വ്യാപാരം നടത്തിയ ആദ്യ ബ്രിട്ടീഷുകാരനാണ് ജോൺ മിൽഡൺ ഹാൾ. അദ്ദേഹം ഒരു ചെറുകിട കച്ചവടക്കാരനായിരുന്നു. കരമാർഗമാണ് അദ്ദേഹം കച്ചവടം നടത്തിയിരുന്നത്. വൻകിട കച്ചവടക്കാരനാണെങ്കിൽ കപ്പലും വിളിച്ചുകൊണ്ട് വന്നേനെ. ഇനി 1603 അദ്ദേഹം അക്ബറിന്റെ സദസ്സിൽ എത്തിച്ചേർന്നു. 1614 വരെ അദ്ദേഹം കച്ചവടം ചെയ്തു. ഇവിടെ വെച്ച് അന്തരിച്ചപ്പോൾ ഇവിടെ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചു. ഇവിടെ? ആഗ്രയിൽ. അപ്പോൾ ഇന്ത്യയിൽ മൃതദേഹം സംസ്കരിക്കപ്പെട്ട ആദ്യ ബ്രിട്ടീഷുകാരൻ ആരാണ്? ജോൺ മിൽഡൺ ഹാളാണ്. മറക്കരുത്. മാസ്റ്റർ റാൽഫിച്ചിന്റെ നിർദ്ദേശപ്രകാരം എലിസബത്ത് രാജ്ഞി എന്ത് ചെയ്തു? മർച്ചന്റ് അഡ്വഞ്ചേഴ്സിനോട് ഉപദേശം സ്വീകരിച്ചു. ആ മർച്ചന്റ് അഡ്വഞ്ചേഴ്സിന്റെ നേതൃത്വത്തിൽ എന്ത് രൂപീകരിച്ചു? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കച്ചവടം നടത്തുവാനായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഥവാ ജോൺ കമ്പനി സ്ഥാപിച്ചു. ആരുടെ കാലഘട്ടത്താണ് ജോൺ കമ്പനി സ്ഥാപിക്കുക? എലിസബത്ത് ഒന്നിന്റെ കാലഘട്ടത്തിൽ. എന്നാ രൂപീകരിക്കുക? 1600 ഡിസംബർ 31. എവിടെയാണ് ആസ്ഥാനം? ലണ്ടൻ. ഓക്കെ. എത്ര വർഷത്തേക്ക് കച്ചവടത്തിന് അനുമതി നൽകുന്നേ? കേവലം 15 വർഷത്തേക്ക്. അതിന് നമുക്ക് രാജകീയ അധികാരപത്രമെന്നോ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റോയൽ ചാർട്ടർ എന്നോ പറയാം. ഓക്കെ. പിന്നെ കച്ചവടത്തിന് വന്നു. അവർ മെച്ചപ്പെട്ട ലാഭവും കൊയ്തു. ആദ്യമായി വന്ന കപ്പലിന്റെ പേരെന്താണ്? ഹെക്ടറുമാണെന്ന് പറഞ്ഞു അല്ലെ. മെച്ചപ്പെട്ട ലാഭം കൊയ്തു. അത് കഴിഞ്ഞിട്ട് എലിസബത്ത് രാജ്ഞിക്ക് പകരം ആരധികാരത്തിൽ വന്നു? എലിസബത്ത് രാജ്ഞിയുടെ കാലശേഷം ജെയിംസ് ഒന്നാമൻ എന്ന ഭരണാധികാരി അധികാരത്തിൽ വരിക. അങ്ങനെ ജെയിംസ് ഒന്നാമൻ അധികാരത്തിൽ വന്നപ്പോൾ മെർച്ചന്റ് അഡ്വഞ്ചേഴ്സ് പറഞ്ഞു, അല്ലയോ രാജാവേ, നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കച്ചവടം നടത്തുന്ന ജോൺ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മെച്ചപ്പെട്ട ലാഭമുണ്ട്. 15 വർഷത്തേക്കാണ് അവർക്ക് അധികാരം നൽകിയിരിക്കുന്നത്. നമുക്കത് കുറച്ചുകൂടെ ദീർഘിപ്പിച്ച് നൽകിയാലോ? കാരണം കാലാന്തരത്തിൽ നമുക്ക് അവിടെ നിന്ന് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവന്ന് ഇവിടെ, അതായത് ഇംഗ്ലണ്ടിൽ പ്രോഡക്റ്റ് നിർമ്മിച്ച് അത് വിറ്റഴിക്കാൻ വേറെ സ്ഥലമില്ല. ആ പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ നമ്മൾ എവിടെ കൊണ്ടുപോകണം? കോളനികളിലേക്ക്, ഇന്ത്യ പോലുള്ള കോളനികളിലേക്ക് കൊണ്ടുപോകണം. പകരം നമുക്ക് ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ സ്വീകരിച്ച് അവിടെ തന്നെ ഒരു ഫാക്ടറി ആരംഭിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചാൽ അവിടെ തന്നെ വിറ്റഴിക്കുന്നതല്ലേ ലാഭം? കപ്പലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണ്ടല്ലോ. ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ശരിയല്ലേ? ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ സ്വീകരിച്ച് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി പ്രോഡക്റ്റ് നിർമ്മിച്ച് ആ പ്രോഡക്റ്റ് ഇന്ത്യയിൽ കൊണ്ട് വിൽക്കുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെ ഒരു ഫാക്ടറി സ്ഥാപിച്ച് അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പന്നം നിർമ്മിക്കുകയും ആ ഉൽപ്പന്നം ഇന്ത്യയിൽ വിറ്റഴിക്കുകയും ചെയ്യുന്നില്ലേ കൂടുതൽ ലാഭം? അപ്പോൾ ജെയിംസ് ഒന്നാമൻ ആലോചിച്ചു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഫാക്ടറിയൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ ദീർഘകാലത്തേക്ക് പ്ലാൻ ചെയ്ത് വേണം ചെയ്യാൻ, അല്ലാതെ ഒരു ചെറിയ കാലാവധിയിലേക്ക് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ജെയിംസ് ഒന്നാമൻ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അല്ലെങ്കിൽ ജോൺ കമ്പനിയുടെ കച്ചവടത്തിനുള്ള അധികാരം ദീർഘകാലത്തേക്ക് നീട്ടി നൽകി. എന്നിട്ട് ജെയിംസ് ഒന്നാമൻ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ കച്ചവട കേന്ദ്രം ആരംഭിക്കണം. അതിനുവേണ്ടി സ്വന്തമായി ഭൂമിയുണ്ടോ? ഇല്ല. ഇന്ത്യയിലെ ഭരണാധികാരിയോട് ഭൂമി ചോദിക്കാം എന്നൊരു കാഴ്ചപ്പാടിലെത്തി. അങ്ങനെ ജെയിംസ് ഒന്നാമന്റെ പ്രതിനിധികളായിട്ട് ആദ്യം സർ വില്യം ഹോക്കിങ്സിനെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. അങ്ങനെ സർ വില്യം ഹോക്കിങ്സ് 1608 ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ആരുടെ പ്രതിനിധിയായിട്ട്? ആരുടെ അംബാസിഡറായിട്ട്? ജെയിംസ് ഒന്നാമന്റെ. എലിസബത്ത് ഒന്നിന്റെ അംബാസിഡറാണ് മാസ്റ്റർ റാൽഫിച്ച് എന്ന് പറയാം. അതുപോലെ ജെയിംസ് ഒന്നാമന്റെ പ്രതിനിധിയായിട്ട് സർ വില്യം ഹോക്കിങ്സ് ഇന്ത്യയിലെത്തുന്നു. അപ്പോൾ ജെയിംസ് ഒന്നാമൻ ആദ്യം എന്താ ചെയ്തേ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവടത്തിനുള്ള കാലാവധി നീട്ടി നൽകി.
തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി ആരെ ഇന്ത്യയിലേക്ക് അയച്ചു? സർ വില്യം ഹോക്കിൻസിനെ. എന്തിനു വേണ്ടിയിട്ടാ? ഇന്ത്യയിലെ പ്രമുഖ ഭരണാധികാരിയെ കാണുകയും ഫാക്ടറി ആരംഭിക്കാൻ സ്ഥലം ചോദിക്കുകയും വേണം. അങ്ങനെ വില്യം ഹോക്കിൻസ് ഇന്ത്യയിൽ വരുന്നു. ഇന്ത്യയിൽ ആ സമയത്ത് മുഗൾ ഭരണം നടത്തുന്നത് അക്ബർ 1606 മരിക്കുകയാണല്ലോ. തുടർന്ന് ആര് വരുന്നു? 1607 യെസ്, അക്ബറിൻ്റെ മകനായ ജഹാംഗീർ വരുന്നു. ജഹാംഗീറാണ് അധികാരത്തിലുള്ളത്. നമ്മൾ മുഗൾ സാമ്രാജ്യം പരിശോധിച്ചാൽ അവിടെ ആകെ എത്ര ഭരണാധികാരികളുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ഭരണാധികാരികളുണ്ട്? 20 ഭരണാധികാരികളുണ്ട്. ആ 20 ഭരണാധികാരികളിൽ എത്ര ചക്രവർത്തിമാരായിരുന്നു? ആദ്യത്തെ 6 പേര്: ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, അല്ലേ? ഷാജഹാൻ, ഔറംഗസേബ്. ഈ 6 പേരുമാണ് ചക്രവർത്തിമാർ. അതായത് വളരെ വിസ്തൃതമായ ഭൂപ്രദേശമുള്ളവർ. ഇവിടെ മാസ്റ്റർ ആലപിച്ചു വന്നത് അക്ബറിന്റെ സദസ്സിലാണ്. അക്ബർ 1606 മരിച്ചു പോകുന്നു. തുടർന്ന് ജഹാംഗീർ വരികയാണ്. ജഹാംഗീറിന്റെ സദസ്സിലാണ് ആര് വരിക? സർ വില്യം ഹോക്കിൻസ് വരിക. അപ്പോൾ എന്ത് വന്നായിരിക്കും പരിചയപ്പെടുത്തുക? സർ വില്യം ഹോക്കിൻസ് ജഹാംഗീറിന്റെ സദസ്സിൽ വന്നിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഞങ്ങളുടെ മുൻഗാമി മാസ്റ്റർ റാൽഫിച്ച് അങ്ങയുടെ പിതാവിൻ്റെ സദസ്സിൽ എത്തിച്ചേർന്നിരുന്നു. അന്നേ ദിവസം അല്ലെങ്കിൽ അന്ന് വന്നപ്പോൾ താങ്കളുടെ പിതാവ് ഞങ്ങൾക്ക് കച്ചവടത്തിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനിപ്പോൾ വന്നപ്പോൾ താങ്കളാണ് ഭരിക്കുന്നത്. താങ്കൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ അല്ലെങ്കിൽ എതിർപ്പുണ്ടോ? ജഹാംഗീർ എന്ന് പറയുന്നത് നമ്മൾ മുഗൾ സാമ്രാജ്യം പരിശോധിച്ചാൽ ഏറ്റവും നല്ല ഭരണാധികാരിയായി വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും നല്ല ജനങ്ങൾക്ക് ഉതകുന്ന, ജനങ്ങൾക്ക് ഹിതമായ ഭരണം നടത്തുന്ന ഒരു വ്യക്തിയാണ്. നല്ല സ്വഭാവശുദ്ധിയുള്ള, ലഹരിക്കോ മദ്യത്തിനോ അടിമപ്പെടാത്ത, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജഹാംഗീർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഇദ്ദേഹമല്ലേ പുകയില കൃഷി ആരംഭിച്ചത്? വ്യാവസായിക പുകയില കൃഷി ആരംഭിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ അത് ശരിയാണ്. പക്ഷേ അവിടെ ഒരു കഥയുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ ജഹാംഗീറിൻ്റെ അപ്പൂപ്പൻ, അക്ബറിൻ്റെ അച്ഛൻ, ലഹരിക്കടിമയായിരുന്നു. സാഹചര്യം അദ്ദേഹത്തെ ലഹരിക്ക് അടിമയാക്കി എന്ന് പറയുന്നതായിരിക്കും ശരിയല്ലേ? നിങ്ങൾ ആ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും. അക്ബറിൻ്റെ മകനായിരുന്നു ഹുമയൂൺ എന്ന് പറയുന്നത്. 1540 ഹുമയൂണിനെ ഷേർഷാ സൂരി പരാജയപ്പെടുത്തി. അങ്ങനെ രാജാവായിരുന്ന അദ്ദേഹം ഒളിച്ചോടുകയാണ്. പേർഷ്യയിലേക്ക് ഒളിച്ചോടി പേർഷ്യൻ രാജാവിൻ്റെ അധീനതയിൽ കഴിയുകയാണ്. 1540 തൊട്ട് 1 വർഷമായി, 2 വർഷമായി. അപ്പോൾ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ലഹരിക്ക് അടിമയായി തുടങ്ങി. കാരണം ജോലിയില്ല. ഇതുവരെ രാജാവായിരുന്നു, ജോലിയില്ല. കുറേ വർഷം കൂടെ കഴിഞ്ഞ് ഒരു മകൻ ജനിച്ചു, അക്ബർ. മകന് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ലഹരിക്ക് അടിമയായി പോയ മനുഷ്യനായിരുന്നു ഹുമയൂൺ. ഹുമയൂണിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജഹാംഗീർ പുകയില കൃഷി ആരംഭിച്ചത് എന്നാണ് കണക്കാക്കുക. അദ്ദേഹം പുകയില കൃഷി ഉപയോഗിച്ചിരുന്നില്ല കേട്ടോ. പിന്നെ ചിത്രകാരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഹുമയൂൺ തന്നെയാണ്. എനിവേ, അപ്പോൾ ഹുമയൂണിന്റെ സദസ്സിൽ ജഹാംഗീർ ആണ് ചിത്രകാരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുക. അപ്പോൾ ജഹാംഗീറിന്റെ സദസ്സിൽ എത്തിച്ചേർന്ന ജെയിംസ് ഒന്നാമന്റെ അംബാസിഡർ അഥവാ പ്രതിനിധിയായ സർ വില്യം ഹോക്കിൻസിന് എന്ത് ചെയ്തു? കച്ചവടത്തിനുള്ള അനുമതി നൽകുകയാണ്. എന്നിട്ട് നമ്മുടെ ജഹാംഗീറിനെ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാണ്, ഇന്ത്യയിൽ ഏറ്റവും സമ്പത്തുള്ള ആൾക്കാർ വരുന്നത് വജ്ര വ്യാപാരത്തിന് വേണ്ടിയിട്ട്, രത്ന വ്യാപാരത്തിന് വേണ്ടി സൂററ്റിലാണ്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, സൂററ്റിൽ കച്ചവട കേന്ദ്രം ആരംഭിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സർ വില്യം ഹോക്കിൻസ് 1608 സൂററ്റിൽ കച്ചവട കേന്ദ്രത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് കച്ചവട അനുമതി നൽകിയത് ആരെന്ന് ചോദിച്ചാൽ ആരെ പേര് പറയണം? ജഹാംഗീറിന്റെ പേര് പറയണം. എന്നാണ് സൂററ്റിൽ കച്ചവട കേന്ദ്രം അഥവാ ആദ്യത്തെ ഫാക്ടറി നിർമ്മാണം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1608 പറയണം. പക്ഷെ നിർമ്മാണം പൂർത്തീകരിച്ചതാണ് PSCക്ക് പ്രാധാന്യമുള്ള ചോദ്യം. അതായത് PSC ചോദിക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി അല്ലെങ്കിൽ ബ്രിട്ടീഷ് പണ്ടകശാല സ്ഥാപിച്ചത് എന്നേ ചോദിക്കുള്ളൂ. സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാണം പൂർത്തീകരിച്ചു എന്നാണ്. അപ്പോൾ സ്ഥാപിച്ചത് എന്നാണടാ? 1613 കച്ചവടാനുമതി നൽകിയത് ജഹാംഗീർ ആണ്. ഏത് വർഷം? 1608. 1608 സർ വില്യം ഹോക്കിൻസിനാണ് അനുമതി കൊടുക്കുക. അന്ന് മുതൽ സൂററ്റിൽ ഫാക്ടറിയുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. എന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ചതെന്നാണ്? 1613. PSC ചോദ്യവും സൂററ്റിൽ ആദ്യ ഫാക്ടറി നിർമ്മിച്ചതെന്ന് എന്നായിരിക്കും ചോദിക്കാം. അപ്പോൾ 1613 ആൻസർ. ഓക്കെ,
ഇനി അവിടെ ഫാക്ടറിയൊക്കെ ആരംഭിച്ചു. പക്ഷേ സാധനമൊന്നും വിറ്റുമില്ല. കാരണം എന്താ? നിങ്ങൾക്കറിയാം, രത്നവ്യാപാരത്തിന് വേണ്ടിയിട്ട് കച്ചവടത്തിനെത്തുന്ന ആൾക്കാർ അവിടെ ഒത്തിരി കാശ് അവരുടെ കയ്യിലുണ്ടാവും. ആ കാശ് വെച്ചുകൊണ്ട് അവർ സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുമോ, അതോ ആ കാശ് കൊണ്ട് എത്രയും വേഗം തിരികെ പോകാനായിട്ട് ശ്രമിക്കുമോ? എത്രയും വേഗം തിരികെ പോകാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടേക്കാം. അങ്ങനെ ഒത്തിരി സമ്പത്തുള്ള ആൾക്കാരാണ് അവിടെ വന്നതെങ്കിലും കച്ചവടത്തിന് വലിയ പുരോഗതിയൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇവരുടെ സുഹൃത്ത് രാജ്യമായ ഡച്ചുകാരോട് ചോദിച്ചു, നിങ്ങളുടെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യ കച്ചവട കേന്ദ്രം ആന്ധ്രാപ്രദേശിലെ മസൂലി പട്ടണത്ത് 1605 ആരംഭിച്ചിരുന്നു. ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യ കച്ചവട കേന്ദ്രം എവിടെയാണ് ആരംഭിച്ചത്? 1605 എവിടെ ആരംഭിച്ചു? ഇന്നത്തെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായ മസൂലി പട്ടണത്ത് ആരംഭിച്ചിരുന്നു. മസൂലി പട്ടണം. അപ്പോൾ ബ്രിട്ടീഷുകാർ ചോദിച്ചു, എങ്ങനെയുണ്ട് കച്ചവടം? നല്ല രീതിയിൽ പോകുന്നു, ഞങ്ങളെയും സഹായിക്കാമോ? ഇല്ലെങ്കിൽ പ്രശ്നമാവും, ജെയിംസ് രാജാവ് നമുക്ക് കൊട്ടേഷൻ തരും എന്നൊക്കെ പറഞ്ഞാണ് അല്ലെ. അങ്ങനെ ഡച്ചുകാർ പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് മസൂലി പട്ടണത്ത് പോന്നോ. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തെക്കേ ഇന്ത്യയിലെ ആദ്യ കച്ചവട കേന്ദ്രം എവിടെ ആരംഭിച്ചു? മസൂലി പട്ടണത്ത് ആരംഭിച്ചു. ഏത് വർഷം? 1631. അപ്പോൾ സ്വാഭാവികമായിട്ട് മസൂലി പട്ടണത്ത് ഡച്ചുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ടല്ല ബ്രിട്ടീഷുകാർ കച്ചവട കേന്ദ്രം സ്ഥാപിച്ചത്. പരാജയപ്പെടുത്തിയിരുന്നെങ്കിൽ രണ്ടുപേരും ശത്രുക്കളാണെന്ന് പറയാം. അവിടെ പരാജയപ്പെടുത്തുന്നൊന്നുമില്ല, ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? അവിടെ എത്തുകയാണ്. ഓക്കെ, സംശയം ഉണ്ടാവരുത്. ഇനി അപ്പോൾ ആദ്യ ഫാക്ടറി ഇവിടെ ആരംഭിച്ച സൂററ്റിലാണ് 1613. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തെക്കേ ഇന്ത്യയിലെ ആദ്യ കച്ചവട കേന്ദ്രം അല്ലെങ്കിൽ ഫാക്ടറി ആരംഭിച്ചത് എവിടെയാണ്? മസൂലി പട്ടണത്തുമാണ്. ഏത് വർഷം? 1631. വർഷം ഓർമ്മിച്ച് വെക്കണം, വെറുതെ ഒന്ന് അവസാനത്തെ 2 നമ്പരും തിരിച്ചിട്ടാൽ മതി. ബ്രിട്ടീഷുകാരുടെ ആദ്യ കച്ചവട കേന്ദ്രം സൂററ്റ് 1613. തെക്കേ ഇന്ത്യയിലെ ആദ്യ കച്ചവട കേന്ദ്രം എവിടെയാണ്? 1631. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞിരുന്നു, വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയിൽ ആദ്യം എത്തിച്ചേർന്ന പോർച്ചുഗീസുകാർ കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസികളാണ്. റോമൻ കത്തോലിക്ക ക്രിസ്തുമത വിശ്വാസികൾ. അത് കഴിഞ്ഞ് വരുന്ന ഡച്ചുകാരായിക്കോട്ടെ, ബ്രിട്ടീഷുകാരായിക്കോട്ടെ, ഫ്രഞ്ചുകാരായിക്കോട്ടെ, ഈ 3 പേരും ആരാണ്? പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിശ്വാസികളാണ്. ഇവർ 3 പേരും അതിൻ്റെതായ ഒരു ഐക്യമുണ്ട്. ഈ 3 പേരുടെ എതിർപക്ഷത്താണ് ആരുള്ളത്? പോർച്ചുഗീസുകാർ. ഓക്കെ, 1613 സൂററ്റിലെ കച്ചവട കേന്ദ്ര നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടല്ലോ. എന്നാൽ നിർമ്മാണം ആരംഭിക്കുന്നത് 1608. ഈ 1608 നിർമ്മാണം ആരംഭിച്ചതുകൊണ്ട് ഇതാരറിയുന്നുണ്ട്? പോർച്ചുഗീസുകാർ അറിയുന്നുണ്ട്. പോർച്ചുഗീസുകാർക്ക് ഭയങ്കര ദേഷ്യമായി. തങ്ങളുടെ കച്ചവട ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലല്ലേ ബ്രിട്ടീഷുകാർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? സൂററ്റിലേക്ക് പോർച്ചുഗീസുകാർ ആക്രമണത്തിന് എത്തിച്ചേർന്നു. ആ ആക്രമണത്തെ ശക്തമായി ആരെതിർത്തു? ബ്രിട്ടീഷുകാർ എതിർക്കുകയും ചെയ്തു. ഇതാണ് സുവാലി യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ സുവാലി യുദ്ധം നടന്ന എവിടെയാണ്? സൂററ്റിലാണ്. ഏത് വർഷം? 1612. ആരൊക്കെ തമ്മിൽ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഥവാ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പോർച്ചുഗീസുകാരും. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള യുദ്ധമാണെന്ത്? സുവാലി യുദ്ധം. എവിടെ? സൂററ്റിൽ. ഏത് വർഷം? 1612. ക്ലിയർ? തുടർന്ന് സൂററ്റിലെ കച്ചവട കേന്ദ്രങ്ങൾ ആരംഭിച്ചു. പോർച്ചുഗീസുകാരുടെ എതിർപ്പൊക്കെ ഉണ്ട്. ആ പോർച്ചുഗീസുകാരുടെ എതിർപ്പ് ഒന്നുകൂടെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ജെയിംസ് ഒന്നാമൻ മറ്റൊരു പ്രതിനിധിയെ ഇന്ത്യയിലേക്ക് അയച്ചു. അദ്ദേഹമാണ് തോമസ് റോ. തോമസ് റോ എന്ന പ്രതിനിധി ഇന്ത്യയിലേക്ക് വരുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? 1615. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഏകീകരിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, ജെയിംസ് രണ്ടാമൻ്റെ 2 പ്രതിനിധികളാണ് അഥവാ 2 അംബാസിഡർമാരാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ആദ്യ വ്യക്തി സർ വില്യം ഹോക്കിൻസ് അല്ലേ. വില്യം ഹോക്കിൻസ് 1608 വന്നു. പിന്നെ വന്നത് ആരാണ്? തോമസ് റോ. ഏത് വർഷം വന്നു? 1615 വന്നു. മറക്കില്ലല്ലോ. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കച്ചവട അനുമതി നൽകിയത് ജഹാംഗീർ ആയിരുന്നു. ഏത് വർഷം? 1608. അങ്ങനെ ആദ്യ ഫാക്ടറി നിർമ്മാണം ആരംഭിച്ചത് സൂററ്റിൽ 1608 നിർമ്മാണം പൂർത്തീകരിച്ചത് 1613 തെക്കേ ഇന്ത്യയിലെ ആദ്യ കച്ചവട കേന്ദ്രം മസൂലി പട്ടണം. അതെവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. 1631. മസൂലി പട്ടണത്ത് കച്ചവട കേന്ദ്രം ആരംഭിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാരുടെ ആദ്യ കച്ചവട കേന്ദ്രം എവിടെയായിരുന്നു? ഇന്ത്യയിലെ ഡച്ചുകാരുടെ ആദ്യ കച്ചവട കേന്ദ്രം 1605 മസൂലി പട്ടണത്തായിരുന്നു. ഓക്കെ,
തുടർന്ന് ഈ സൂററ്റിലും മസൂലിപ്പട്ടണത്തും ആര് കച്ചവട കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു? മൂന്നാമത്തെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗമായ ഫ്രഞ്ചുകാര്. അത് നിങ്ങൾ കേരള ചരിത്രം പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതാണ് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി സുവാലി യുദ്ധം എവിടെ വെച്ച് നടന്നു? സൂററ്റിൽ. ഏത് വർഷം? 1612. ആരൊക്കെ തമ്മിൽ? പോർച്ചുഗീസുകാരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും. ക്ലിയർ ആണേ? ഇനി അടുത്ത നമ്മൾ പറയുന്നു, കേരളത്തിലെത്തിയ ആദ്യ ബ്രിട്ടീഷ് നാവികൻ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ കീലിംഗ് ആണ്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, മാസ്റ്റർ റാൽഫിച്ച് തെക്കേ ഇന്ത്യയിൽ വന്നിട്ടില്ല. മാസ്റ്റർ റാൽഫിച്ച് ആദ്യമായി വരുന്നത് 1583 ഗോവയിലാണ്. പോർച്ചുഗീസുകാരുടെ തലസ്ഥാനമായ ഗോവയിലാണ്. തുടർന്ന് തെക്കേ ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ കച്ചവടം നടത്തുകയല്ലേ, അവരുമായിട്ട് സംഘർഷം വേണ്ട എന്ന് പറഞ്ഞിട്ട് പോർച്ചുഗീസുകാർ കച്ചവടം നടത്താത്ത വടക്കേ ഇന്ത്യയിലേക്കും കിഴക്കേ ഇന്ത്യയിലേക്കുമാണ് ആര് പോയത്? മാസ്റ്റർ റാൽഫിച്ച് പോകുന്നത്. അദ്ദേഹം കേരളത്തിൽ വന്നിട്ടില്ല. അപ്പൊ ഇന്ത്യയിൽ വന്ന ആദ്യ ബ്രിട്ടീഷ് നാവികൻ എന്നാണ് ചോദ്യമെങ്കിൽ, ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷ് കച്ചവടക്കാരൻ എന്നാണ് ചോദ്യമെങ്കിൽ, നിങ്ങൾ എന്ത് പറയണം? മാസ്റ്റർ റാൽഫിച്ച് പറയണം, 1583. എന്നാൽ കേരളത്തിലെത്തിയ ആദ്യ ബ്രിട്ടീഷ് നാവികൻ എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം ക്യാപ്റ്റൻ കീലിംഗ് ആണ്. ഏത് വർഷം വന്നു? 1615 വന്നു. എവിടെയായിരിക്കും വന്നത്? കാരണം കേരളത്തിലെ ആ സമയത്തെ പ്രമുഖ ഭരണാധികാരി എന്ന് പറയുന്നത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് പറയാം ബ്രിട്ടീഷ് നാവികനായ ക്യാപ്റ്റൻ കീലിംഗ് എത്തിയത് കോഴിക്കോടാണെന്ന് പറയാം, അല്ലെങ്കിൽ സാമൂതിരിയുടെ സദസ്സിലാണെന്ന് പറയാം. ഒന്നുകിൽ കോഴിക്കോട് എന്ന് പറയാം, അല്ലെങ്കിൽ സാമൂതിരിയുടെ സദസ്സിലാണെന്ന് പറയാം. സാമൂതിരിയുടെ സദസ്സിലെത്തുകയും അദ്ദേഹവുമായി കച്ചവട ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു, അല്ലെങ്കിൽ വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. മറക്കില്ലാലോ? ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് നോക്കാം. എന്താ പറയുക? യെസ്. അപ്പൊ കേരളത്തിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷ് നാവികൻ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ കീലിംഗ് ആയിരുന്നു, 1615. സാമൂതിരിയുടെ സദസ്സിൽ അല്ലെങ്കിൽ കോഴിക്കോടാണ് എത്തിച്ചേരുന്നത്. സാമൂതിരിയുമായി കച്ചവട ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും തിരികെ പോവുകയും ചെയ്തു. ഓക്കെ, മറക്കില്ലല്ലോ. ഇനി ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി ആരംഭിച്ചത്, ആദ്യത്തെ ഫാക്ടറി ആരംഭിച്ചത് എവിടെയാണ്? സൂററ്റിലാണ്. തെക്കേ ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി ആരംഭിച്ചത് എവിടെയാണ്? തെക്കേ ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലെ മസൂലിപ്പട്ടണത്തുമാണ്. ആണല്ലോ, ആന്ധ്രാപ്രദേശിലെ മസൂലിപ്പട്ടണത്തുമാണ്. പോർച്ചുഗീസുകാരെ ആധിപത്യമുള്ള തെക്കേ ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ എത്തിച്ചേർന്നാൽ, ബ്രിട്ടീഷ് കച്ചവടക്കാർ എത്തിച്ചേർന്നാൽ അവർക്ക് പ്രതിരോധമായി ആര് വന്നേക്കും? പോർച്ചുഗീസുകാർ വന്നേക്കും. അപ്പോൾ അത് തടയണം. അതിനുവേണ്ടി ആര് വേണം? സൈനികർ വേണം. അങ്ങനെ സൈനികരെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. മദ്രാസിൽ ആദ്യം ഒരു ഫാക്ടറി അഥവാ പണ്ടകശാല ആരംഭിച്ചു 1639. തുടർന്ന് 1644 ആദ്യമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി സൈനിക താവളം നിർമ്മിക്കുകയാണ്. ഈ സൈനികരെ കൊണ്ടുവരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കച്ചവടക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യ കോട്ട എവിടെയെന്ന് ചോദിച്ചാൽ സെന്റ് ജോർജ് കോട്ട എവിടെയാ? മദ്രാസിലാണ്. ഏത് വർഷമാണ് പണിയെടുപ്പിക്കുന്നത്? 1644. ആ സെന്റ് ജോർജ് കോട്ടയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് ഡേ ആണ്. അതും PSCയുടെ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാര് മദ്രാസിൽ ഫാക്ടറി അഥവാ പണ്ടകശാല ആരംഭിച്ചതെന്ന് 1639. മനസ്സിലുണ്ടാവണം, ബ്രിട്ടീഷുകാർ ആദ്യമായി ഫാക്ടറി ആരംഭിച്ചത് സൂററ്റിലാണ്, അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഇന്ത്യയിൽ ആദ്യമായി ഫാക്ടറി ആരംഭിച്ചത് സൂററ്റിലാണ് 1613. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തെക്കേ ഇന്ത്യയിലെ ആദ്യ കച്ചവട കേന്ദ്രം ആന്ധ്രാപ്രദേശിലെ മസൂലിപ്പട്ടണത്ത് 1631. തമിഴ്നാട്ടിലെ ആദ്യ കച്ചവട കേന്ദ്രം അല്ലെങ്കിൽ പണ്ടകശാല എന്ന് ചോദിച്ചാൽ മദ്രാസിലാണ്. ഏത് വർഷം? 1639. തുടർന്ന് പോർച്ചുഗീസുകാരുടെ എതിർപ്പിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് കച്ചവടക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സൈനികരെ കൊണ്ടുവരികയാണ്. ആ സൈനികർക്ക് താമസിക്കാനാണെന്ത്? സൈനിക താവളം അഥവാ കോട്ട പണിയെടുപ്പിക്കുക. തെക്കേ ഇന്ത്യയിലല്ലേ പോർച്ചുഗീസുകാരെ കൊണ്ട് എതിർപ്പുള്ളൂ, മറ്റു ഭാഗങ്ങളിലല്ലോ. അതുകൊണ്ട് ആദ്യത്തെ കോട്ട ആരംഭിച്ചത് ഇവിടെ തന്നെ, തെക്കേ ഇന്ത്യയിൽ തന്നെ. എവിടെ? മദ്രാസിൽ. ആ കോട്ടയ്ക്ക് എന്ത് പേര് നൽകി? സെന്റ് ജോർജ് കോട്ട എന്ന് പേര് നൽകി. സെന്റ് ജോർജ് കോട്ട പണിയെടുപ്പിച്ചത് 1644. അതിന്റെ ശില്പി എന്ന് പറയുന്നത് ഫ്രാൻസിസ് ഡേയുമാണ്. ഓക്കെ, ഇനി 1644 മദ്രാസിൽ സെന്റ് ജോർജ് കോട്ട ആരംഭിച്ചു, സൈനികരെത്തിച്ചേർന്നു. അപ്പൊ ഇനി ആർക്ക് ധൈര്യമായി? ബ്രിട്ടീഷുകാർക്ക് ധൈര്യമായി. തെക്കേ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് വ്യാപാര കേന്ദ്രം ആരംഭിക്കാം.
ആ ഒരു ശക്തിയോടുകൂടിയാണ് തുടർന്ന് ബ്രിട്ടീഷുകാർ പ്രവർത്തിക്കുക. മനസ്സിലായോ? 1644 എന്ത് ചെയ്തു? അതിശക്തമായിട്ട് ഒരു ഫാക്ടറി ആരംഭിക്കുന്നു. 1639 മദ്രാസിൽ ഫാക്ടറി ആരംഭിക്കുന്നു. തുടർന്ന് 1644 സൈനിക ആസ്ഥാനമായ സൈനിക കേന്ദ്രമായ സെന്റ് ജോർജ് കോട്ട മദ്രാസിൽ ആരംഭിക്കുന്നു. അപ്പോൾ ഇനി എന്തായി? അവർക്ക് കുറച്ചുകൂടെ ബ്രിട്ടീഷുകാർക്ക് ആത്മവിശ്വാസം വന്നു. തെക്കേ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഫാക്ടറി ആരംഭിക്കാം, കച്ചവടക്കാരെ കൊണ്ടുവരാം, പ്രൊട്ടക്ട് ചെയ്യാൻ ആരുണ്ട്? സൈനികരുണ്ട്. അങ്ങനെ കേരളത്തിലെ ആദ്യ ഫാക്ടറി ബ്രിട്ടീഷുകാർ എവിടെ ആരംഭിച്ചു? വിഴിഞ്ഞത്ത് ആരംഭിച്ചു 1644. അപ്പോൾ കേരളത്തിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി അല്ലെങ്കിൽ പണ്ടകശാല എവിടെയാണ്? വിഴിഞ്ഞം 1644. തുടർന്ന് അഞ്ചുതെങ്ങിലും തലശ്ശേരിയിലും കച്ചവട കേന്ദ്രം ആരംഭിച്ചു, അഥവാ പണ്ടകശാല ആരംഭിച്ചു 1684. അപ്പോൾ കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ ഫാക്ടറി എന്നോ ആദ്യ പണ്ടകശാലയെന്നോ ആദ്യ വ്യാപാര കേന്ദ്രമെന്ന് ചോദിച്ചാൽ ഏതാണ്? വിഴിഞ്ഞമാണ്. ഏത് വർഷമാണ് രൂപീകരിച്ചത്? 1644. 1644. ക്ലിയർ? രണ്ടാമത്തത് അഞ്ചുതെങ്ങിലാണ് 1684. മൂന്നാമത്തത് തലശ്ശേരിയിലാണ്, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് 1684 തന്നെ. അപ്പോൾ കേരളത്തിൽ കൂടുതൽ കച്ചവട കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അപ്പോൾ പ്രാദേശികമായി കേരളത്തിൽ നല്ല സുഗന്ധവ്യഞ്ജനങ്ങൾ കിട്ടുന്ന പ്രദേശവുമാണ് അല്ലേ? ആ സമയത്ത് ഡച്ചുകാർ കേരളത്തിൽ സർവാധിപത്യം നടക്കുന്ന സമയമാണ്. അപ്പോൾ ഡച്ചുകാരുടെ ആക്രമണം ചിലപ്പോൾ ഉണ്ടായേക്കാം. ഡച്ചുകാരും ബ്രിട്ടീഷുകാരും സുഹൃത്തുക്കളാണ്, പക്ഷേ കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി പ്രാദേശികമായി ഏറ്റുമുട്ടലുകളുണ്ട്. അങ്ങനെ ഡച്ചുകാരാണ് ആ സമയത്ത് കേരളത്തിൽ ബ്രിട്ടീഷുകാർ ഫാക്ടറിയൊക്കെ ആരംഭിക്കുമ്പോൾ ഡച്ചുകാരാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഡച്ചുകാരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് സൈനികരെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ കോട്ട എവിടെ സ്ഥാപിക്കുന്നത്? അഞ്ചുതെങ്ങിൽ സ്ഥാപിക്കുക. അഞ്ചുതെങ്ങ് കോട്ട പണികഴിപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 1695. അതിനുള്ള അനുമതി നൽകുന്നത് ആറ്റിങ്ങൽ റാണിയായ ഉമയമ്മ റാണി അല്ലെ? ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണ്. അനുമതി നൽകുന്നത് 1690 അനുമതി നൽകുന്നത് 1690. ആരാണ്? ഉമയമ്മ റാണി. ഉമയമ്മ റാണിയെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആറ്റിങ്ങൽ റാണി എന്ന് വിളിക്കുക. അങ്ങനെ കോട്ട പണികഴിപ്പിച്ച വർഷമാണെന്ന് 1695 കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യ ഫാക്ടറി അല്ലെങ്കിൽ പണ്ടകശാല അല്ലെങ്കിൽ കച്ചവട കേന്ദ്രം എവിടെയാ? വിഴിഞ്ഞം 1644. രണ്ടാമത്തത് അഞ്ചുതെങ്ങിലാണ് 1684. മൂന്നാമത്തത് തലശ്ശേരിയിൽ 1684 തന്നെ. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ കോട്ട അല്ലെങ്കിൽ സൈനിക താവളം എവിടെയെന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങാണ്. ഏത് വർഷം? 1695. അഞ്ചുതെങ്ങ് കോട്ട പണിയെടുപ്പിക്കാൻ അനുമതി നൽകിയത് 1690 ആരാണ്? ഉമയമ്മ റാണിയുമാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തുടക്കം തൊട്ട് നമുക്ക് റിവിഷൻ ചെയ്യാം. മാസ്റ്റർ റാൽഫിച്ച് തൊട്ട് അല്ലേ? മാസ്റ്റർ റാൽഫിച്ച് പരിവേഷകനും വ്യാപാരിയുമാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന കപ്പലിന്റെ പേര് ദ ടൈഗർ എന്നായിരുന്നു. അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് അയച്ചത് എലിസബത്ത് രാജ്ഞി. മാസ്റ്റർ റാൽഫിച്ച് എത്തിച്ചേർന്നത് 1583 ഗോവയിലായിരുന്നു. പോർച്ചുഗീസുകാരുടെ കച്ചവട ആസ്ഥാനമായ ഗോവയിലായിരുന്നു. തുടർന്ന് 1584 അക്ബറിന്റെ സദസ്സിലെത്തി. അക്ബറിന്റെ തലസ്ഥാന നഗരം അറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രി എന്നായിരുന്നു. അപ്പോൾ ഫത്തേപൂർ സിക്രിയിലെത്തി എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മെച്ചപ്പെട്ട ലാഭമുള്ള ഒരു സ്വതന്ത്ര കച്ചവട സ്ഥാപനമായി മാറിയത്. അതുകൊണ്ട് അദ്ദേഹത്തെ മാസ്റ്റർ റാൽഫിച്ചിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് വിളിച്ചു. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ. ഇനി ജോൺ മിൽഡൺ ഹാൾ. ആരാണ് അദ്ദേഹം? ഇന്ത്യയിൽ വ്യാപാരം നടത്തിയ ആദ്യ ബ്രിട്ടീഷുകാരൻ. വ്യക്തിയാണ്. ബ്രിട്ടീഷുകാരനാണ് ജോൺ മിൽഡൺ ഹാൾ. കരമാർഗം കച്ചവടം നടത്തിയ ഒരു ചെറുകിട കച്ചവടക്കാരനാണ്. 1603 അക്ബറിന്റെ സദസ്സിലെത്തി കച്ചവടാനുമതി മേടിച്ചു. 1614 വരെ ഇന്ത്യയിൽ കച്ചവടം നടത്തി. ഇന്ത്യയിൽ വെച്ച് മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നവിടെയാണ്? ആഗ്രയിലുമാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാസ്റ്റർ റാൽഫിച്ചിന്റെ നിർദ്ദേശപ്രകാരം എലിസബത്ത് ഒന്നിന്റെ കച്ചവട ഉപദേശക സമിതി മർച്ചന്റ് അഡ്വഞ്ചേഴ്സിനോട് ഉപദേശം സ്വീകരിച്ചു. മർച്ചന്റ് അഡ്വഞ്ചേഴ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് രൂപീകരിക്കുക? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഔദ്യോഗിക നാമം ജോൺ കമ്പനി എന്നായിരുന്നു. എലിസബത്ത് ഒന്നിന്റെ കാലഘട്ടത്താണ് രൂപീകരിച്ചത്. 1600 ഡിസംബർ 31. ആസ്ഥാനം എവിടെ? ലണ്ടൻ.
രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മർച്ചന്റ് അഡ്വഞ്ചേഴ്സ്. ഇത് ആരുടെ ഉപദേശക സമിതിയാണ്? എലിസബത്ത് രാജ്ഞിയുടെ കച്ചവട ഉപദേശക സമിതിയാണ് മർച്ചന്റ് അഡ്വഞ്ചേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുക. 15 വർഷത്തേക്കാണ് കച്ചവട അനുമതി എലിസബത്ത് നൽകിയത്. അതിനെ രാജകീയ അധികാര പത്രം അല്ലെങ്കിൽ റോയൽ ചാർട്ടർ എന്ന് പറയാം. ആ ഒരു കാലാവധി ദീർഘിപ്പിച്ച് നൽകിയത് ആരായിരുന്നു? പിൽക്കാലത്ത് എലിസബത്ത് ഒന്നിന് ശേഷം അധികാരത്തിൽ വന്ന ജെയിംസ് ഒന്നാമന്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടേതായി ഇന്ത്യയിലെത്തിയ ആദ്യ കപ്പൽ എന്ന് പറയുന്നത് ഹെക്ടർ ആയിരുന്നു. ഹെക്ടർ എന്ന കപ്പൽ വന്നത് 1601 ഓക്കെ. ഇനി അടുത്ത നമ്മൾ പറയുന്നു ജെയിംസ് ഒന്നാമൻ. എലിസബത്ത് ഒന്നിന് ശേഷം അധികാരത്തിൽ വന്ന ആരാ? ജെയിംസ് ഒന്നാമനാണ്. ജെയിംസ് ഒന്നാമന്റെ 2 പ്രതിനിധികൾ അഥവാ അംബാസഡർമാർ ഇന്ത്യയിലെത്തി. ഒന്ന് സർ വില്യം ഹോക്കിൻസ് 1608, 2 തോമസ് റോ 1615. കച്ചവട അനുമതി നൽകിയത് ജഹാംഗീർ ആയിരുന്നു 1608. അതുപ്രകാരം ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ നിർമ്മാണം ആരംഭിച്ചത് 1608 നിർമ്മാണം പൂർത്തീകരിച്ചത് 1613 അവിടെ മെച്ചപ്പെട്ട ലാഭമൊന്നും ഉണ്ടായില്ല. ഒടുവിൽ ഡച്ചുകാരുടെ സഹായത്തോടു കൂടി ബ്രിട്ടീഷുകാരുടെ തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ കച്ചവട കേന്ദ്രം എവിടെ ആരംഭിച്ചു? മസൂലിപട്ടണത്ത് ആരംഭിച്ചു 1631. അവിടെയും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യ കച്ചവട കേന്ദ്രം 1605 എവിടെ ആരംഭിച്ചു? മസൂലിപട്ടണത്ത് ആരംഭിച്ചു. നിങ്ങൾ കേരള ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ് അല്ലെ? സൂററ്റിൽ ഫാക്ടറി ആരംഭിക്കുന്നത് ആർക്ക് ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നില്ല? പോർച്ചുഗീസുകാർക്ക്. അങ്ങനെ സൂററ്റിലേക്ക് പോർച്ചുഗീസുകാർ ഇരച്ചെത്തുകയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പോർച്ചുഗീസുകാരും തമ്മിൽ സൂററ്റിൽ വെച്ച് നടന്ന യുദ്ധമാണ് സുവാലി യുദ്ധം എന്നറിയപ്പെടുക. സുവാലി യുദ്ധത്തിന്റെ വർഷം മറന്നുപോയത് എന്നാണ് 1612. ഇനി കേരളത്തിലെത്തിയ ആദ്യ ബ്രിട്ടീഷ് നാവികനാണ് ക്യാപ്റ്റൻ കീലിംഗ്. ഏത് വർഷം? 1615. കോഴിക്കോടാണ് എത്തിച്ചേരുന്നത്. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടു. ബ്രിട്ടീഷുകാർ മദ്രാസ് ഫാക്ടറി അഥവാ മദ്രാസ് പണ്ടകശാല ആരംഭിച്ചത് 1639 തുടർന്ന് ബ്രിട്ടീഷുകാർ തെക്കേ ഇന്ത്യയിൽ കച്ചവടം വ്യാപിപ്പിക്കാൻ ആരംഭിച്ചു. അതിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സൈനികരെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. സൈനികരെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷുകാരുടെ കോട്ട പണികഴിപ്പിച്ചത് ഇവിടെ മദ്രാസിലാണ്. ഏത് വർഷം? 1644. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ കോട്ട മദ്രാസിലാണ്. ഏത് വർഷം പണികഴിപ്പിച്ചു? 1644. അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? സെന്റ് ജോർജ് കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നു. PS ചോദിക്കുകയാണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ കോട്ട എവിടെ? ഫസ്റ്റ് ഓപ്ഷൻ എന്ത് തരും? കൽക്കട്ട തരും. തെറ്റിച്ചു പോകരുത്. മദ്രാസ് കോട്ടയാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അതിന്റെ പേര് സെന്റ് ജോർജ് കോട്ട. കേരളത്തിലെ ആദ്യ ഫാക്ടറി അഥവാ പണ്ടകശാല അഥവാ കച്ചവട കേന്ദ്രം ആരംഭിച്ചത് വിഴിഞ്ഞത്തായിരുന്നു 1644. രണ്ടാമത്തെ കച്ചവട കേന്ദ്രം അഞ്ചരങ്ങൽ 1684. അതേ വർഷം തന്നെ മൂന്നാമത്തെ കച്ചവട കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലും ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ കോട്ട അഥവാ സൈനിക താവളം എവിടെയെന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങിലാണ്. അഞ്ചുതെങ്ങ് സൈനിക താവളം പണികഴിപ്പിച്ചതെന്നായിരുന്നു 1695. അഞ്ചുതെങ്ങിൽ സൈനിക താവളം പണികഴിപ്പിക്കാൻ കച്ചവട അനുമതി നൽകിയത് 1690 ഉമയമ്മ റാണിയായിരുന്നു, അഥവാ ആറ്റിങ്ങൽ റാണിയായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ അടിസ്ഥാനം, ബേസിക്സ് ആണ് പഠിച്ചത്. അപ്പോൾ ഇത്രയും കൃത്യമായി പഠിച്ചിട്ട് വരിക പ്രിയ വിദ്യാർത്ഥികളെ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. സംശയങ്ങൾ ചോദിച്ച് ദൂരീകരിച്ച് മാത്രം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് നൽകും. ആ ചോദ്യങ്ങൾ കൂടെ അറ്റൻഡ് ചെയ്തിട്ട് വരിക. അപ്പോൾ ആദ്യം നിങ്ങൾ ക്ലാസ് കൃത്യമായി അറ്റൻഡ് ചെയ്യണം, മനസ്സിലാക്കി പഠിക്കണം. മനസ്സിലാക്കി പഠിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിന് റിവിഷന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ പഠിക്കുക, റിവിഷൻ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എത്ര ചെറിയ സംശയമാണെങ്കിൽ കൂടി ചോദിക്കാൻ മടിക്കരുത്. ബി ഹാപ്പി ഓൾവേസ്.